യേശുവിൽ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകരായ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വൈദിക പരിശീലനത്തിൻ്റെ രണ്ടാം ഘട്ടമായ തത്വശാസ്ത്ര പഠനത്തിൻ്റെ പ്രസക്തി എന്താണെന്നും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ കാതലായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് തത്വശാസ്ത്രം നമ്മളെ സഹായിക്കുന്നു. യുക്തിപരമായ രീതിയിൽ വിശ്വാസ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചിന്തകൾ നമ്മൾ ഈ എപ്പിസോഡിൽ തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അച്ഛാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ വിശ്വാസ സത്യങ്ങൾ എങ്ങനെയാണ് തത്വശാസ്ത്രം നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വെളിച്ചം വീശുവാനായിട്ട് അച്ഛനോട് അഭ്യർത്ഥിക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം പൂർത്തിയാക്കാനായിട്ട് സമയപരിമിതി നമ്മളെ അനുവദിച്ചില്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് പറയാം. ഞാൻ പറഞ്ഞു, നമ്മുടെ വിശ്വാസ സത്യങ്ങളിൽ ചില സത്യങ്ങൾ കൂടുതൽ നന്നായി വിശദീകരിക്കാനായിട്ട് തത്വശാസ്ത്രത്തിലെ ചില ചിന്തകൾ സഹായകമാകും. അതിൽ ഞാൻ പറഞ്ഞു വന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ വിശ്വാസത്തിൽ ഒരു പ്രധാനപ്പെട്ട വിശ്വാസമാണ് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്ന ആ വിശ്വാസ സത്യം. അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വിശദീകരിക്കാനായിട്ട് വിശുദ്ധ തോമസ് അക്വീനാസ് അതിന് സത്താപരമായിട്ടുള്ള ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നുള്ളതാണ്, ആ വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സത്താമാറ്റം, അതായത് അപ്പവും തൻ്റെ രൂപം മാറുന്നില്ല, അതിൻ്റെ നിറം മാറുന്നില്ല, രൂപത്തിൽ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ അതിൻ്റെ സബ്സ്റ്റൻസിൽ സത്തയിൽ മാറ്റമുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ സത്ത അത് ഈശോയുടെ തിരുശരീരമായിട്ട് മാറുന്നു. ഇപ്പോൾ സത്താമാറ്റം എന്നാണ് അതിനെ പറയുന്നത്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത് സത്താമാറ്റമാണ്. അപ്പോൾ അത് വിശദീകരിക്കാനായിട്ടാണ് ചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ സബ്സ്റ്റൻസ്, ഫോം, സത്ത, രൂപം എങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതായത് ഒരു വസ്തുവിന് സത്തയുണ്ട്, രൂപമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഒരു ജീവിക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ജീവി, അതിനുമുണ്ട് സത്തയുണ്ട്, രൂപമുണ്ട്. രൂപമാറ്റം നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരു കാര്യമാണ്, പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് 3 വയസ്സായിട്ടുള്ള ഒരു ശിശു അതൊരു 15 വയസ്സാകുമ്പോഴത്തേക്കും, വളർന്ന് 15 വയസ്സാകുമ്പോഴത്തേക്കും അതിൻ്റെ രൂപത്തിന് മാറ്റം വന്നു. അപ്പോൾ ആ ശിശു വളർന്ന് 90 വയസ്സെത്തി കഴിയുമ്പോഴത്തേക്കും പിന്നെയും രൂപമാറ്റം ഉണ്ടാകും. ഒരു വലിപ്പത്തിൽ മാറ്റമുണ്ട്, തൂക്കത്തിൽ മാറ്റമുണ്ട്, ഷേപ്പിൽ മാറ്റമുണ്ടാകും, പക്ഷേ സബ്സ്റ്റൻസിൽ മാറ്റമില്ല. അതെ, ആ വ്യക്തി തന്നെയാണ് 90 വയസ്സായി കഴിഞ്ഞാലും ആ വ്യക്തി തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ചിലപ്പോഴേ സബ്സ്റ്റൻസിൽ മാറ്റം ഉണ്ടാകും, രൂപത്തിൽ മാറ്റം ഉണ്ടാകില്ല. അങ്ങനെയുണ്ട്. വ്യക്തിക്ക് തന്നെ സബ്സ്റ്റൻസിൽ ഒരാൾ മരിക്കുന്നു, ഞാനിപ്പോൾ മരിക്കുന്നു വിചാരിക്കുക. അപ്പോൾ എൻ്റെ സബ്സ്റ്റൻസ് മാറ്റം, എൻ്റെ സത്തയിൽ മാറ്റം വന്നു, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. എൻ്റെ രൂപത്തിൽ
മാറ്റമില്ല. ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ രൂപം തന്നെയാണ് കുറച്ച് സമയത്തേക്കെങ്കിലും ഉള്ളത്. അത് കഴിയുമ്പോഴത്തേക്ക് രൂപത്തിൽ മാറ്റം ഉറപ്പായിട്ട് വരും. ഇപ്പം കണ്ണും പല്ലും ചെവിയും മൂക്കും ഒക്കെ മരിച്ചു കഴിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളത് ഇപ്പോഴും ഉണ്ട്. ഉടനെ നമുക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും അങ്ങനെയുണ്ട്. അപ്പോൾ ഫോമിലും സബ്സ്റ്റൻസിലും മാറ്റം വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനം, ചിന്ത വെച്ചുകൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള അപ്പവും അപ്പത്തിൻ്റെ രൂപത്തിൽ മാറ്റം വരുന്നില്ല, പക്ഷേ അതിൻ്റെ സത്തയിൽ മാറ്റം വരുന്നു. അപ്പോൾ അങ്ങനെ വിശദീകരിക്കാനായിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഈ ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങൾ യുക്തിപൂർവ്വം ചിന്തയുടെയൊക്കെ വെളിച്ചത്തിൽ മനസ്സിലാക്കാനായിട്ട്, വിശദീകരിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നു. ഇത് സാധ്യമാണ്. പ്രത്യേകിച്ച് ദൈവത്തിലുള്ള ഇതിനെ വരുമ്പോഴത്തേക്കും ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വിശ്വാസ സത്യങ്ങളെല്ലാം അന്ധമായിട്ട് വിശ്വസിക്കേണ്ടതല്ല. അത് നമ്മൾ യുക്തിയിലൂടെ ചിന്തിച്ചാൽ അതിന് കാരണം കണ്ടെത്താം. അതാണ്. അത് നമ്മളിപ്പോൾ ആ കാര്യത്തിൽ ഒരു കാര്യം ഓർക്കേണ്ടതല്ല. ഫീദസ് എത്ത് റാസിയോ എന്ന് പറയുന്ന ഒരു എൻസൈക്ലിക്കൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയായിരുന്ന കാലത്ത് എഴുതിയതുണ്ട്. ഫീദസ് എന്ന് പറയുമ്പോഴത്തേക്കും വിശ്വാസം, റാസിയോ റീസൺ, യുക്തി. അപ്പം വിശ്വാസവും യുക്തിയും ഒന്നിച്ചു പോകേണ്ടതാണ്, അതിന് രണ്ടായിട്ട് പോകേണ്ടതല്ല. അപ്പം വിശ്വാസം, യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണ്. അപ്പം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് യുക്തിപൂർവം ഉള്ള വിശ്വാസമാണ് എന്നുള്ളതാണ്. അപ്പോൾ യുക്തി കൊണ്ട് വിശ്വാസത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇത് സെൻറ്റ് അഗസ്റ്റിനും വിശുദ്ധ അഗസ്തീനോസും അദ്ദേഹം ചില വിശ്വാസ സത്യങ്ങൾ, പ്രത്യേകിച്ച് ആത്മാവിനെക്കുറിച്ചൊക്കെയുള്ള എക്സിസ്റ്റൻസ് ഓഫ് സോൾ, അതായത് ആത്മാവിൻ്റെ അസ്തിത്വം, അതേക്കുറിച്ച് പറയാനായിട്ട് അദ്ദേഹം പ്ലേറ്റോയുടെ ചിന്ത വിശദീകരിക്കാനായിട്ട് നെയോ പ്ലേറ്റോണിക് ആയിട്ടുള്ള ചില ആശയങ്ങൾ കടമെടുത്തുകൊണ്ട് അതിനെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിസ്റ്റോട്ടലിനെയും പ്ലേറ്റോയെയും ഒക്കെ അതേപടി എടുക്കുന്നു എന്നുള്ളതല്ല. അതിലെ ചില കാര്യങ്ങൾ അവർ തള്ളിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ചില ദർശനങ്ങൾ, ചില ചിന്തകൾ, വിശ്വാസസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് വിശദീകരിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ടും വിശദീകരിക്കാനായിട്ടും സഹായകമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വീനാസ് ഫിലോസഫി, തത്വശാസ്ത്രം എന്ന് പറയുന്നത് ദൈവശാസ്ത്രത്തിൻ്റെ പരിചാരകയാണ്, ദാസിയാണ് എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്, സഹായകമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യമാണ്, അപ്പം കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അപ്പം രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇത് കാര്യത്തിൽ ഓർക്കേണ്ടത്, അപ്പസ്തോലന്മാർ പറഞ്ഞത് നാഥാ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ വിശ്വാസമുണ്ട്, വിശ്വാസം കുറച്ചുകൂടെ വർദ്ധിക്കാനായിട്ട്, അത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ വിശ്വാസം കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ സഹായകമാകും. രണ്ടാമതൊരു കാര്യം, ഈ തത്വശാസ്ത്ര പഠനം പറയുമ്പോഴത്തേക്ക് ഇതുപോലെയുള്ള ചിന്തകരെക്കുറിച്ച് അവരുടെ ചിന്തയെക്കുറിച്ചുള്ള അറിവ് അവരുടെ ദർശനത്തിൽ, ഇവരുടെ ചിന്തകളിൽ ആകൃഷ്ടരായിട്ടുള്ള വ്യക്തികളുമായി നമുക്ക് സംവാദം എളുപ്പത്തിലാകാം, സംഭാഷണം എളുപ്പത്തിലാകാം. ഉദാഹരണമായിട്ട് കമ്മ്യൂണിസ്റ്റ് ദർശനം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാസ്തികരായിട്ടുള്ള മറ്റ് വ്യക്തികൾ. അപ്പോൾ ഇവരുടെ ദർശനത്തിൽ ആകൃഷ്ടരായിട്ടുള്ള ആളുകളുമായിട്ട് ഇതൊക്കെ നമ്മൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള സംവാദം കുറച്ചുകൂടി എളുപ്പത്തിൽ, അവരെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ, അവർ വിശ്വസിക്കുന്നത് എന്താണ്. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു പുരോഹിതൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ പലതരത്തിലുള്ള ചിന്തകളാൽ ആകൃഷ്ടരായിട്ടുള്ള വ്യക്തികൾ, പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളും വ്യക്തികളുമായിട്ട് ഉള്ള ആ സംവാദത്തിൽ, ഡയലോഗിൽ കുറച്ചുകൂടെ എളുപ്പത്തിലാകാം. ആ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. അതിലെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ പോസിറ്റീവായിട്ടായിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അത് ഉൾക്കൊള്ളാനും, അതിലെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ അതിലെ നെഗറ്റീവായിട്ട് ചില കാര്യങ്ങൾ കണ്ടെന്നിരിക്കും. അപ്പോൾ അത് നമുക്ക് വിമർശനാത്മകമായിട്ട് ആദരവോടുകൂടി തന്നെ തിരസ്കരിക്കാനായിട്ടും സാധിക്കും. അതൊരു മറ്റൊരു കാര്യമാണ്. അതെ, ഭൗതികവാദം, മെറ്റീരിയലിസം, അതെ, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹേഗലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മറ്റ് വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പഠനം
ഒരു ഇൻ്റലക്ച്വൽ ഡിസിപ്ലിന്, തത്വശാസ്ത്ര പഠനം ഒരു ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള ഒരു അച്ചടക്കത്തിന് സഹായകമാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യും. അതായത് നമ്മുടെ ചിന്തയെയും ബുദ്ധിയെയും പാകപ്പെടുത്തുന്നുള്ളതാണ് ഒരു ഡിസിപ്ലിൻ ചെയ്യുന്നത്. പാകപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം അതിനെ വിശദമായിട്ട് അപഗ്രഥിക്കാനും യുക്തിപൂർവ്വം സമീപിക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാനും ഒക്കെ ആയിട്ട് ഈ തത്വശാസ്ത്ര പഠനം സഹായിക്കും. യുക്തിപൂർവ്വം, കാര്യകാരണസഹിതം, എടുത്തിയാട്ടമൊന്നും കൂടാതെ ശാന്തമായിട്ട് ചിന്തിച്ചതിന് ശേഷം എന്നുള്ളതാണ്. അപ്പം നമുക്കൊരു ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായിട്ടുള്ള ചിന്തയുടെ തലത്തിലൊക്കെയുള്ള ഒരു ഡിസിപ്ലിൻ, അച്ചടക്കം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം തനതായിട്ടുള്ള ഒരു ചിന്താശൈലി രൂപപ്പെടുത്തുന്നതാണ്. വിമർശനാത്മകമായിട്ട് ചിന്തിക്കുവാനും യുക്ത്യാധിഷ്ഠിതമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തയിൽ പക്വതയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട്, സ്വയം അവബോധമുള്ള വ്യക്തിയായിട്ട് വളരാനായിട്ട് ഫിലോസഫി പഠനം സഹായിക്കും എന്നുള്ളതാണ് എൻ്റെ അതൊരു കാര്യം. ഈ ഫിലോസഫി 3 വർഷത്തെ ഈ പഠനം, അപ്പോൾ ഈ പഠനത്തിൽ നമ്മൾ ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യം മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ മറ്റ് 3 ഇൻ്റലക്ച്വൽ മാത്രമല്ല, അതിൻ്റെ അകത്ത് ഹ്യൂമൻ, അതുപോലെ തന്നെ സ്പിരിച്വൽ, പാസ്റ്ററൽ, അജപാലനപരമായിട്ടുള്ള ഇതിലും സഹായിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഇതേക്കുറിച്ച് പറയുമ്പോൾ പഠനത്തിനാണ്, യുക്തിപൂർവമായിട്ടുള്ള പഠനത്തിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നു. മറ്റ് 3ഉം അവഗണിക്കാതെ തന്നെ ഉള്ളതാണ്. പിന്നെ ഈ ഫിലോസഫി കോഴ്സ് എന്ന് പറയുമ്പോൾ, ഈ തത്വശാസ്ത്ര പഠനം എന്ന് പറയുമ്പോൾ അതൊരു പല വിഷയങ്ങളുണ്ട് അതിന്. ഇതിനകത്ത് പല ബ്രാഞ്ചസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നൊന്ന്. അപ്പോൾ അത് ഈ ഫിലോസഫിയിൽ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഭൗതികാതീതമായിട്ടുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ സെൻസ് പെർസെപ്ഷൻ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള, മനസ്സിലാക്കാൻ അതീതമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, ചില കാര്യങ്ങൾ, അതേക്കുറിച്ചുള്ള പഠനം എന്നുള്ളതാണ്. അതൊരു വിഷയമാണ്. പിന്നെ കോസ്മോളജി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം, കോസ്മോസ്, പ്രപഞ്ചശാസ്ത്രമാണ്. പ്രപഞ്ചത്തെക്കുറിച്ച്, അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, അതിൻ്റെ എൻഡിനെക്കുറിച്ച്, അതിൻ്റെ എക്സിസ്റ്റൻസിനെക്കുറിച്ച്, അതെന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അസ്തിത്വത്തെക്കുറിച്ച്, അപ്പോൾ ഇങ്ങനെയുള്ളതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള പഠനം ഇതിൻ്റെ ഉണ്ട്. കോസ്മോളജി എന്ന് പറയുന്നൊരു കാര്യം ആണ്. പ്രപഞ്ചശാസ്ത്രമുണ്ട്. പിന്നെ ലോജിക്ക്, തർക്കശാസ്ത്രം അല്ലെങ്കിൽ യുക്തിശാസ്ത്രം എന്നുള്ളതാണ്. ലോജിക്ക് എപ്പോഴും വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഇത് പഠിച്ചില്ലെങ്കിലും ഒരു ലോജിക്കുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യകാരണ സഹിതം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മാതാവിനോ പിതാവിനോ അവനോട് പറയാം, നീ ഇന്ന് പോകണ്ട, ഇന്ന് കളി കാണാനായിട്ട് പോകണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താനായിട്ടുള്ള ഒരു ലോജിക്ക് കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലഹള നടക്കാനായിട്ട് സാധ്യതയുണ്ട് ഇങ്ങനെയായിട്ടുള്ള. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. കാരണം അതിന് പ്രായോഗിക ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ഒന്നാണിത്. അപ്പോൾ യുക്തിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഇതാണ്, ലോജിക്ക് ഉള്ള പഠനമുണ്ട്. പിന്നെ നമ്മൾ എപ്പിസ്റ്റമോളജി, അത് വളരെ പ്രധാനപ്പെട്ടാണ്. എപ്പിസ്റ്റമോളജി എന്ന് പറയുന്നത് അതായത് അറിവിനെക്കുറിച്ചുള്ള പഠനം, എപ്പിസ്റ്റമോളജിയാണ്. അപ്പോൾ നമ്മുടെ അറിവിനെക്കുറിച്ചുള്ള അറിവ്. അപ്പോൾ ഇത് ഈ നമുക്കറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്കറിയാം ശ്രോതാക്കൾക്ക് അതൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് നമ്മൾ അധികം ദീർഘിപ്പിക്കാതിരിക്കുന്നതോടെയാണ് ഈ വിഷയം നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ചിന്തയ്ക്ക്, നമ്മളെ ചിന്തിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത്, വ്യക്തിയെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്, ചിന്തയുടെ പശ്ചാത്തലത്തിൽ ഒരു നിഗമനത്തിലൊക്കെ എത്തിക്കാനായിട്ട് സാധിക്കുന്നതൊക്കെ ഈ പറയുന്ന ഫിലോസഫി പഠനം ഒരുപാട് സഹായിക്കുകയൊക്കെ ചെയ്യും. ഈ തത്വശാസ്ത്ര പഠന കാലഘട്ടത്തിൽ മറ്റേതെങ്കിലും സെക്യുലർ വിഷയങ്ങൾ പഠിപ്പിക്കാറുണ്ട്? സെക്യുലർ വിഷയം എന്ന് പറയുമ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോഴും ഈ സെക്യുലർ, അതായത് ചില ഭാഷകളിൽ ജ്ഞാനം അവഗാഹം കിട്ടത്തക്ക വിധത്തിൽ നമ്മൾ പറഞ്ഞ ഈ മൈനർ സെമിനാരിയിൽ ഭാഷാ പഠനമുണ്ട്. മലയാള ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, പ്രത്യേകിച്ചും പണ്ടൊക്കെ ആണെങ്കിൽ ലാറ്റിൻ ഭാഷ പഠിപ്പിക്കും. അപ്പോൾ ഇവിടെ ഫിലോസഫി പഠനകാലത്ത്
ഭാഷാ പഠനം കുറച്ചുകൂടി ആഴത്തിലുണ്ട്. അതായിട്ട് മലയാളം ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ മലയാള ഭാഷയെക്കുറിച്ച് നന്നായിട്ടുള്ളൊരു പഠനമുണ്ട്. പ്രത്യേകിച്ച് വ്യാകരണം പഠിപ്പിക്കും. ഞങ്ങളെ വ്യാകരണം പഠിപ്പിച്ചത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമേറിയൻ ആണ്. ഗ്രാമർ നന്നായിട്ട് ഭാഷയുടെ എന്താണ് ഗ്രാമർ എന്ന് മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യാകരണം നന്നായിട്ട് വ്യാകരണ ഗ്രന്ഥം എഴുതി നാഷണൽ അവാർഡ്, ദേശീയ അവാർഡ് വാങ്ങിച്ച ഒരു പുരോഹിതൻ, നമുക്ക് വളരെ ബഹുമാനപ്പെട്ട ജോൺ കുന്നപ്പള്ളിയച്ചൻ. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, വിശുദ്ധനായൊരു മനുഷ്യൻ ജോൺ കുന്നപ്പള്ളിയച്ചൻ. അദ്ദേഹം ഗ്രാമർ നന്നായിട്ട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. ചിലപ്പോൾ ആളുകൾ കളിയാക്കി പറയുന്നുണ്ട് പാതിരി ഭാഷ എന്ന് പറയുന്നൊരു കാര്യമാണ്. നമ്മുടെ അച്ഛന്മാരുടെ ഭാഷ മലയാളമാണ് സംസാരിക്കുന്നെങ്കിലും പ്രസംഗിക്കുന്നെങ്കിലും ഒക്കെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ടെന്നാണ് പറയുക. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചപ്പം പറഞ്ഞൊരു കാര്യം, തനി മലയാളം, ശുദ്ധ മലയാളം ആണ് സംസാരിക്കേണ്ടത്, എഴുതേണ്ടതും ശുദ്ധ മലയാളമാണ്. അപ്പം മലയാളം നന്നായിട്ട് പഠിപ്പിക്കും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ ഈ വിഷയങ്ങൾ നമുക്കറിയാമല്ലോ, ഫിലോസഫി എന്ന് പറയുന്നത് മതേതര ഒരു സെക്യുലറായിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട്. സോഷ്യോളജിയൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കും ഇതിനകത്ത്, സൈക്കോളജിയും പഠിപ്പിക്കും. അപ്പോൾ റാഷണൽ സൈക്കോളജി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഷയമുണ്ട്, റാഷണൽ സൈക്കോളജി. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ ഈ ഫിലോസഫി പഠനകാലത്ത് ഉണ്ട്. പക്ഷേ ഏതാനും വർഷത്തേക്ക് ചില സെമിനാരികളിൽ ഈ വൈദിക വിദ്യാർത്ഥികൾ, ഇതിന് ഡിഗ്രി ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇതിപ്പോൾ ഇത് ഇങ്ങനെ അത് വെറുതെ ഇങ്ങനെ പഠിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ അതിന് പരീക്ഷകളും പിന്നെ പരീക്ഷ ജയിക്കുന്നവർക്ക് ഡിഗ്രി ഉണ്ടോ? അപ്പം പരീക്ഷയുണ്ട് ഇതിന്. അപ്പോൾ ഓരോ വിഷയം പഠനത്തിൻ്റെ ഓരോ വർഷവും ഇന്ന വിഷയങ്ങളായി പഠിക്കണമെന്നുണ്ട്. ഓരോ സെമസ്റ്ററിൻ്റെ അവസാനം പരീക്ഷയുണ്ട്. ഈ പരീക്ഷ അത് ഗൗരവമായിട്ട് എടുക്കുന്ന പരീക്ഷയാണ്. അതിന് വിജയിക്കാനായിട്ട് ഇത്ര ശതമാനം മാർക്കുണ്ടായിരിക്കണമെന്നുണ്ട്, ഫസ്റ്റ് ക്ലാസ് മറ്റ് യൂണിവേഴ്സിറ്റി ഇതുപോലെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഡിഗ്രി കിട്ടും. യോഗ്യരായിട്ടുള്ള ആളുകൾക്ക്, പാസ്സായിട്ടുള്ള ആളുകൾക്ക് ഡിഗ്രി കിട്ടും. അപ്പോൾ അത് ഇനി പരീക്ഷയ്ക്ക് തോറ്റാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ ഒരവസരം കൂടി കൊടുക്കും, സാധാരണയായിട്ട് ഒരവസരം കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ അവസരത്തിലും കൂടെ തോക്കുകയാണെങ്കിൽ ആദ്യത്തെ പരീക്ഷയ്ക്ക് തന്നെ മിക്കവാറും എല്ലാവരും തന്നെ ജയിച്ചു പോകും. കാരണം പഠനത്തിൽ ഒരു സാമാന്യ നിലവാരമുള്ള ആൾക്കാരെയാണ് മൈനർ സെമിനാറിലേക്ക് സ്വീകരിക്കുന്നുള്ളതാണ്. ബുദ്ധിശക്തിയും പഠിക്കാനായിട്ടുള്ള കഴിയും. മാത്രമല്ല 3 വർഷത്തെ പഠനം കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അറിവൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പം ഫിലോസഫി പിന്നെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റ് ജോലികളൊക്കെ ഉള്ളത് കൊണ്ട് പഠിക്കാനായിട്ടുള്ള ചിലപ്പോൾ സാഹചര്യമൊന്നും കിട്ടിയെന്ന് വരികയില്ല. ഇവിടെ പഠനത്തിന് പ്രത്യേക സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യമൊക്കെ തോന്നുകയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ പരീക്ഷയ്ക്ക് ആരെങ്കിലുമൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ രണ്ടാമതൊരു അവസരം കൊടുക്കും. എന്നിട്ടും തോക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ സാധാരണഗതിയിൽ ഒരു പരീക്ഷയ്ക്കും കൂടെ ഇരുത്തണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവർ തീരുമാനിക്കുന്ന ഒരു പരീക്ഷയ്ക്കും കൂടെ ഇരുത്തുന്ന ഇതുണ്ട്, അല്ലെങ്കിൽ വർഷം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയുണ്ട്. അങ്ങനെയുള്ള ഒരു ഇതാണ്. ഈ ഡിഗ്രി കൊടുക്കുന്നത് അതായത് സെമിനാരി ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടോ? അതായത് ഈ പൊന്തിഫിക്കൽ ഇപ്പം മംഗലപ്പുഴ സെമിനാരി, കർമ്മലഗിരി സെമിനാരി, അതിന് പൊതുവായിട്ട് അക്കാഡമിക് തലത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ഒരു സ്ഥാപനമാണ്. പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് രണ്ടിനും കൂടി. ആ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഡിഗ്രി കൊടുക്കാനായിട്ടുള്ള അവകാശം ഉണ്ട്. അത് അവകാശം ഹോളി സിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള അവകാശമാണ് ഡിഗ്രി കൊടുക്കാൻ. ഫിലോസഫി ഡിഗ്രി കൊടുക്കാനും തിയോളജി ഡിഗ്രിയും ഡോക്ടറേറ്റും കൊടുക്കാനും പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ അത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അതിനെ ചെക്ക് ചെയ്യാനായിട്ടൊക്കെ ആൾക്കാർ ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നിലവാരം പാലിച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡിഗ്രിക്ക് അതിൻ്റെ വാലിഡിറ്റി അങ്ങനെയാണ്, അത് വാലിഡാണോ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ
ലഭിക്കുന്ന ഡിഗ്രി ലോകത്തിൽ എവിടെയൊക്കെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടോ, സഭയുടേതായിട്ടുള്ള പഠന കേന്ദ്രങ്ങളുണ്ട്, അവിടെ ഫിലോസഫി ഡിഗ്രി അവിടെയെല്ലാം സ്വീകാര്യമായിട്ടുള്ള ഇതിൻ്റെ ഈക്വലായിട്ട് കണക്കാക്കുന്ന, അവരുടെ ഡിഗ്രിയോട് തുല്യമായിട്ട് കണക്കാക്കുന്നതാണ് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഒരു ദൈവശാസ്ത്രത്തിലുള്ള ഒരു ഡിഗ്രിയുമായിട്ട് റോമിൽ ഏതെങ്കിലും ഒരു കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ പോയി ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ഉപരിപഠനം നടത്താനായിട്ട് സാധിക്കും. ഇവിടെ ഈ നമ്മുടെ അച്ഛൻ പറഞ്ഞു മംഗലപ്പുഴ സെമിനാരി, ഇവിടെ കർമ്മലഗിരി സെമിനാരിയിലും ഇങ്ങനെ ഇതിന്റെ ഒരു യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അവിടെ സ്പെഷ്യലൈസേഷൻ ഉണ്ടോ? ഉണ്ട്, സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ഉദാഹരണമായിട്ട് ഈ ഫിലോസഫിയിൽ ഉപരിപഠനത്തിനുള്ള MPH എന്ന് പറയുന്ന മാസ്റ്റർ ഓഫ് ഫിലോസഫി അവിടെ അതിനുള്ള സൗകര്യമില്ല. തിയോളജിയിൽ മാസ്റ്റർ ഓഫ് തിയോളജി അതിനുള്ളതുണ്ട്. പിന്നെ ഡോക്ടറേറ്റിനുള്ള സൗകര്യം കൂടിയുണ്ട് അവിടെ. മംഗലപ്പുഴ സെമിനാരിയിൽ ഈ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡോക്ടറേറ്റ് നൽകുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. ഈ ഡോക്ടറേറ്റ് ഓരോ വിഷയങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉള്ള ഡോക്ടറേറ്റിനുള്ള സംവിധാനം അവിടെ ഉണ്ടോ? മംഗലപ്പുഴ സെമിനാരിയും കർമ്മലഗിരി സെമിനാരിയും കൂടി സംയുക്തമായിട്ട്, രണ്ട് സെമിനാരിക്ക് കൂടി സംയുക്തമായിട്ടുള്ളതാണ് പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് മംഗലപ്പുഴ ക്യാമ്പസിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴ്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഫിലോസഫിയിലുള്ള ഹയർ സ്റ്റഡീസിന്, ഉന്നത പഠനത്തിന് നമുക്ക് സാധ്യതയില്ല. പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ആലുവയിലുള്ള പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിനുള്ള സാധ്യതയില്ല. അവിടെ ഡിഗ്രി മാത്രമേ കൊടുക്കുന്നുള്ളൂ, മാസ്റ്റേഴ്സ് ഓഫ് ഫിലോസഫി കൊടുക്കുന്നില്ല. അതേസമയം മാസ്റ്റർ ഓഫ് തിയോളജി ഉണ്ട്, അതുപോലെ ഡോക്ടറേറ്റ് ഇൻ തിയോളജി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോഴും ഡോക്ടർ ഇൻ തിയോളജി എന്ന് ഒരു പൊതുവായിട്ടുള്ള ഒരു ഡിഗ്രി, ഡോക്ടറേറ്റാണ് കൊടുക്കുന്നത്. അത് പറയുമ്പോൾ മനസ്സിലാക്കുന്ന, ഉദാഹരണമായിട്ട് മംഗലപ്പുഴ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആലുവയിലെ പൊന്റിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാനൺ ലോയിൽ ഡോക്ടറേറ്റ് എടുക്കാനായിട്ടുള്ള സംവിധാനം ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മാസ്റ്റേഴ്സ് ഇല്ല. അതുപോലെ തന്നെ കാനൺ നിയമത്തിൽ മാസ്റ്റേഴ്സ് ഇല്ല. പക്ഷെ തിയോളജി പൊതുവായിട്ട് അതിൽ ചില വിഷയങ്ങൾ പർട്ടിക്കുലറായിട്ട് എടുക്കാം. ഉദാഹരണമായിട്ട് ബൈബിളിൽ ഡോക്ടറേറ്റ്, തിയോളജിയിലെ ഡോക്ടറേറ്റ് അത് ഏത് വിഷയത്തിലാണെന്ന് നമ്മൾ സാധാരണഗതി തിയോളജി ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് വിഷയത്തിലാണെന്ന് ചോദിക്കും. അപ്പം ബൈബിളിൽ നിന്ന് വേണേൽ പറയും, ആളുകൾ പറയും, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലാണെന്ന് പറയും, അല്ലെങ്കിൽ പ്രീസ്ലി സ്പിരിച്വാലിറ്റിയിലാണെന്ന് പറയും. പക്ഷേ അതിൽ നമ്മൾ ഒരു ചെറിയ വ്യത്യാസമായിട്ട് നമ്മൾ കാണേണ്ടത്, ഒരു മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഗവേഷണ പ്രബന്ധം ബൈബിളിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിലായിരിക്കും ഗവേഷണം. അത് കാര്യമായിട്ടുള്ള ഗവേഷണം നടത്തിയിട്ട് ഉള്ളതായിരിക്കും. പക്ഷേ ഈ ക്ലാസ്സിലെ പഠനം എന്ന് പറയുന്നത്, ഇപ്പോൾ മാസ്റ്റേഴ്സ്, തിയോളജിയിലെ മാസ്റ്റേഴ്സിൽ അത് ബൈബിളിൽ മറ്റ് ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നത് പോലെ എല്ലാ വിഷയങ്ങളും, ബൈബിളിൽ ഡോക്ടറേറ്റ് എടുക്കാനുള്ളവർ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃത്യമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ അത്രയും കോഴ്സസ് മാത്രമല്ല, ക്രെഡിറ്റ് അത് കൊടുക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗവേഷണ പ്രബന്ധ വിഷയവും ബൈബിളിനെ ആസ്പദമാക്കി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്തുകൊണ്ടാണ് സാറിൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ അച്ഛന്മാർ വിദേശത്ത് ഉപരിപഠനത്തിനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഒന്ന് ഫിലോസഫിയിലാണ് ഉപരിപഠനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അതിനുള്ള സംവിധാനമില്ല.
പ്രത്യേകിച്ച് ഗവേഷണ പഠനത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ലൈബ്രറിയാണ്, അതിന് സഹായകമായിട്ടുള്ള ഗ്രന്ഥങ്ങളാണ്. ആ ഗ്രന്ഥങ്ങൾ നമുക്ക് പലതും നാട്ടിലില്ല. അത് എല്ലാ വിഷയങ്ങൾക്കും വേണമെങ്കിൽ നമുക്ക് പറയാം. നല്ല ലൈബ്രറി ഉണ്ടെങ്കിൽ ശരി, വിദേശവുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയ നല്ല ലൈബ്രറി ഉണ്ടെന്ന് പറയുക സാധ്യമല്ല. അതാരുടെയും കുഴപ്പമല്ല. കാരണം പുസ്തകങ്ങൾ പലതും വിദേശത്ത് പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങളാണ്. 100-300 പേജുള്ള ഒരു പുസ്തകത്തിന്, 300 പേജുകളുള്ള ഒരു പുസ്തകത്തിനൊക്കെ 10,000 രൂപയും 12,000 രൂപയൊക്കെ വില വരും. അപ്പോൾ അത് താങ്ങാനായിട്ട് അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ ഈ ഫാക്കൽറ്റികൾക്ക് സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങളിൽ മുമ്പ് പറഞ്ഞ പോലെ കാനൻ ലോയ്, മിസിയോളജി, അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളാണ് കൂടുതലായിട്ട് പഠിക്കാൻ ആളുകൾ സ്വീകരിക്കുന്നത്. അതിനുള്ള കാരണവും ഉണ്ട്, പ്രത്യേകിച്ച് ലൈബ്രറി ആണ് കാരണം. ഒരു ചോദ്യവും കൂടി ചോദിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആലുവ, അവിടെ ഈ ഫാക്കൽറ്റി എല്ലാം ഇങ്ങനെ ഡോക്ടറേറ്റ് കൊടുക്കാൻ വേണ്ടി കോമ്പിറ്റൻ്റ് ആണോ? അപ്പോൾ ഞാൻ ആ ഫാക്കൽറ്റിയിലെ ഒരു മെമ്പറായിട്ട് കോമ്പിറ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ സാർ ഒരു പക്ഷേ എന്താണ് സബ്ജക്റ്റീവായിട്ട് ഞാനത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ ചിലപ്പം വിചാരിച്ചിരിക്കും. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എൻ്റെ സഹപ്രവർത്തകരായ ആളുകളെക്കുറിച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നത് വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഈ പറയുന്ന പൊണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കർമ്മലഗിരി സെമിനാരിയിലും അതുപോലെ മംഗലപ്പുഴ സെമിനാരിയിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. പക്ഷേ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ലൈബ്രറി, അതിന് പറ്റിയ ഒരു ലൈബ്രറിയിൽ സംവിധാനത്തിൽ ഒരു കുറവുണ്ട് എന്ന് പറയാതെ വയ്യ. അത് ആരുടെയും അവിടെയുള്ളവരുടെ കുഴപ്പമല്ല. ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ നിന്ന് ഞാനിത് പറയുന്നതോടൊപ്പം തന്നെ വളരെ നന്നായിട്ട് ഡോക്ടറേറ്റ് ചെയ്ത് ആ ഡോക്ടറേറ്റ്, ആ പഠനമൊക്കെ സഭയ്ക്ക് സഹായകമായ വിധത്തിൽ ചെയ്യുന്ന വൈദികർ അതുപോലെ തന്നെ സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഇത് പറയുമ്പോൾ ഒരു ചോദ്യചിഹ്നവും കൂടിയാണ്. അപ്പോൾ ഇത് ഇത്രയും ഒരു ഗൗരവമായിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. സഭയുടെ അധികാരികൾ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി എക്യുപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണെന്നുള്ളൊരു സന്ദേശം കൂടി അതിൻ്റെ അകത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എല്ലാം ഒരുക്കി വെച്ചിട്ട് വേണ്ടത്ര ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട്. അത് സാറ് പറഞ്ഞപ്പോൾ ഞാൻ അതേക്കുറിച്ച്, സാറ് പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന് തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെയുള്ള ഒരു കെട്ടിടം, ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം പറയുമ്പോഴാണ്, ഒരു കെട്ടിടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ അതിന് പഠനത്തിനായിട്ടുള്ള ക്ലാസ് മുറികൾ അവിടെ തന്നെ ആ കെട്ടിടത്തോടനുബന്ധിച്ച്, ഓഫീസിനോടനുബന്ധിച്ച് അത് പണിതുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തീർച്ചയായിട്ടും ഇതിനൊരു നല്ല ലൈബ്രറി ഉണ്ടാകും എന്നുള്ളതാണ്, അതിനൊരു സംശയമില്ല. അത് ഈ 1-2 വർഷത്തിനുള്ളിൽ അതൊരു യാഥാർത്ഥ്യമായിട്ട് മാറുകയും ചെയ്യും. ഫാക്കൽറ്റികളും ഉണ്ടാകും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി. വൈദിക പരിശീലനത്തിൽ തത്വശാസ്ത്ര പഠനത്തെക്കുറിച്ചും അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചും അതെങ്ങനെയാണ് സക്സസ്ഫുള്ളായിത്തീരുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ ഈ ആഴ്ചയിൽ ചിന്തിക്കുകയായിരുന്നു. ഈ കാര്യങ്ങൾ ഇന്ന് നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പ് തയ്യലച്ചന് നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സഭയെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഞങ്ങൾക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. മറ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.